everyone, welcome back to today's computer class. Today we are going to continue our chapter A Computer System. In the previous class we learned about IPO cycle. Now we are moving to our next topic. Dear children, now we are going to study about different types of computers. We know all the computers have CPU, keyboard and a screen to display output. But different computers means they are differ in their size, cost and speed. There are four different types of computers are there. Microcomputers, mini computers, mainframe computers and supercomputers. 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണുള്ളത്. മൈക്രോ കമ്പ്യൂട്ടേഴ്സും മിനി കമ്പ്യൂട്ടേഴ്സ്, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. ഈ എല്ലാ ടൈപ്സ് കമ്പ്യൂട്ടേഴ്സിലും സി പി യു ഉണ്ടായിരിക്കും, കീബോർഡ് ഉണ്ടായിരിക്കും, ദെൻ സ്ക്രീനും ഉണ്ടായിരിക്കും. ബട്ട് ഇതിൻ്റെ ഡിഫറൻസ് ഈസ് സൈസ്, കോസ്റ്റ്, സ്പീഡിലൊക്കെ ആയിരിക്കും. വി ക്യാൻ ഡിസ്കസ് ദീസ് ഇൻ ഡീറ്റെയിൽ. ഫസ്റ്റ് വൺ ഈസ് മൈക്രോ കമ്പ്യൂട്ടേഴ്സ്. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സിന് പറയുന്ന പേരാണ് മൈക്രോ കമ്പ്യൂട്ടേഴ്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഹോം, സ്കൂൾ ആൻഡ് ഷോപ്സ്. മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ആർ ഓൾസോ നോൺ ആസ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്. അവർ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്, tablet, smartphones are examples of microcomputers. Next one is mini computers. മൈക്രോ കമ്പ്യൂട്ടേഴ്സിനെക്കാട്ടി കുറച്ചുകൂടി സ്പീഡ് കൂടുതലും സൈസ് കൂടുതലും ഒക്കെ ആയിട്ടുള്ള കമ്പ്യൂട്ടറാണ് മിനി കമ്പ്യൂട്ടേഴ്സ്. The mini computers having capability to serve a number of users simultaneously. സയൻറ്റിഫിക് ആൻഡ് എൻജിനീയറിംഗ് പർപ്പസസിനൊക്കെ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സാണ് മിനി കമ്പ്യൂട്ടേഴ്സ്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ബിസിനസ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ്, ഫയൽ ഹാൻഡ്ലിംഗ് എക്സെട്ര. നെക്സ്റ്റ് വൺ ഈസ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. ഇറ്റ് ഈസ് വെരി ലാർജ്, ഫാസ്റ്റ് ആൻഡ് പവർഫുൾ കമ്പ്യൂട്ടേഴ്സ്. It is so big, so it requires as much large space as that of a room. വെരി ലാർജ് കമ്പ്യൂട്ടറാണ്. അതുപോലെ തന്നെ ഫാസ്റ്റ് ആൻഡ് പവർഫുൾ കമ്പ്യൂട്ടേഴ്സാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. ദി മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ഇൻ ബിഗ് ഓർഗനൈസേഷൻസ്. വലിയ വലിയ ഓർഗനൈസേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. നെക്സ്റ്റ് വൺ ഈസ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. This is largest and fastest of all types of computers. It can process large amount of data very quickly. ഏറ്റവും സ്പീഡ് കൂടിയ കമ്പ്യൂട്ടറാണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ വെതർ ഫോർകാസ്റ്റിംഗ് ആൻഡ് റോക്കറ്റ് ലോഞ്ചിങ് ആൻഡ് ന്യൂക്ലിയർ സയൻസസ് എക്സെട്ര. See students, now we studied about different types of computer. There are 4 different types of computers are there: microcomputers, mini computers, mainframe computers and supercomputers. മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് എല്ലാം മൈക്രോ കമ്പ്യൂട്ടേഴ്സാണ്. മിനി കമ്പ്യൂട്ടേഴ്സ് ഓൾസോ നോർമൽ കമ്പ്യൂട്ടേഴ്സ് but having capability to serve a number of users simultaneously. That means ഒരുപാട് യൂസേഴ്സിന് അറ്റ് എ ടൈം യൂസ് ചെയ്യാൻ പറ്റും മിനി കമ്പ്യൂട്ടേഴ്സ് ലൈക്ക് എ നെറ്റ്വർക്ക്. ദെൻ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. ഇറ്റ് ഈസ് വെരി ബിഗ്, ഫാസ്റ്റ് ആൻഡ് പവർഫുൾ. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്യാൻ ഒരു ബിഗ് റൂം തന്നെ ആവശ്യമുണ്ട്. ഇറ്റ്സ് വെരി ലാർജ്. Next one is supercomputers. It is the largest and fastest computer. സൂപ്പർ കമ്പ്യൂട്ടർ നോർമലി യൂസ് ചെയ്യുന്നത് വെതർ ഫോർകാസ്റ്റിങ്ങിലും അതുപോലെ റോക്കറ്റ് ലോഞ്ചിങ്ങിലും ഒക്കെയാണ്. ഡിയർ ചിൽഡ്രൻ, വി ഫിനിഷ്ഡ് അവർ ഫസ്റ്റ് ചാപ്റ്റർ. നൗ ലെറ്റ് us discuss the exercise.
All of you take a textbook, page number 15. First question is, the data or instructions we give to the computer is called dash. Here the answer is input. Option A is the correct answer. You can tick it there. Second question, dash is an example of system software. Answer is operating system. Tick it there. Option C is the correct answer. Third question, the working of a computer is based on the dash cycle. Which cycle? IPO cycle. Option B is the correct answer. Then fourth question, dash performs action on the input with the help of CPU. Answer is computer. Fifth question, a dash displays the output from the computer screen to a large screen. Answer is option A, projector. All of you mark it in the textbook. Then section B, fill in the blanks using the words given below. First question, the dash coordinates between all the parts of the CPU. The answer is CU or control unit. Answer you can write there CU. Second question, dash is a pointing device which is used to play games on the computer. Which one is used for play games? Here joystick is the pointing device for playing games. Then third question, dash is known as the brain of computer. Which one is the brain of the computer? You know that CPU is the brain of the computer. Fourth question, dash shows us the result after processing. പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് കാണിക്കുന്ന ഡിവൈസ് ഏതാണ് ഈ ഓപ്ഷനിൽ? ഈ ഓപ്ഷനിൽ മോണിറ്റർ ഷോസ് ദി റിസൾട്ട്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, എ കമ്പ്യൂട്ടർ ആക്സെപ്റ്റ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫ്രം യു ത്രൂ ഡാഷ്, ത്രൂ ദി ഇൻപുട്ട് ഡിവൈസ്. Write these all in the textbook. Next one is true or false. First question, application software is used to perform a specific task. Correct answer, true. It's true. Second one, speaker is an input device. Here the answer, false. നമുക്കറിയാം സ്പീക്കർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. Then CPU has two components, CU and DU. No, it's wrong. So answer is false. CUവും ALUവുമാണ് CPUവിൻ്റെ രണ്ട് കമ്പോണൻസ്. Fourth question, mainframe computers are very small in size. It's also false. Supercomputers are used for weather forecasting and rocket launching. Here the answer is true. We cannot touch hardware parts. No, it's false. We can touch hardware parts. So, false. All of you write these all in your textbook itself. We finished the first chapter. All of you study the exercise and question answers in the notebook. Thank you.